ചർച്ച് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ജൂബിലി ആഘോഷ പരിപാടികൾ പ്രഖ്യാപിച്ച് വത്തിക്കാൻ. നവംബർ 14 മുതൽ 16 വരെ പാവപ്പെട്ടവർക്കായി പ്രത്യേക ജൂബിലി ആഘോഷിക്കുമെന്നാണ് വത്തിക്കാൻ പ്രഖ്യാപിച്ചത്. ലോകമെമ്പാടുമുള്ള ഏകദേശം 10,000 തീർത്ഥാടകരും കാരുണ്യ സംഘടനകളുടെ സഹായം ലഭിക്കുന്ന പാവപ്പെട്ടവരും ജൂബിലിയിൽ പങ്കെടുക്കും. നവംബർ 14 വൈകിട്ട് 5:30 സെന്റ് പോൾ ബസിലിക്കയിൽ കരുണയുടെ ജാഗരണ പ്രാർത്ഥനയോടെയാണ് ജൂബിലി ആഘോഷ പരിപാടികൾ ആരംഭിക്കുന്നത്. കുടിയേറ്റക്കാർക്ക് പിന്തുണയുമായി US ബിഷപ്പ് കോൺഫറൻസ്. US-ലുടനീളമുള്ള കുടിയേറ്റ പരിഷ്കരണ നിയമവുമായി ബന്ധപ്പെട്ട് നാടുകടത്തപ്പെടാൻ സാധ്യതയുള്ള കുടിയേറ്റക്കാർക്ക് പിന്തുണ നൽകുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായി US ബിഷപ്പ് കോൺഫറൻസ് അറിയിച്ചു. രാജ്യത്തുടനീളമുള്ള കത്തോലിക്ക രൂപതകളോടും US ബിഷപ്പ് കോൺഫറൻസ് ആഹ്വാനം ചെയ്തു. പല രൂപതകളിലും ഇതിനകം തന്നെ കുടിയേറ്റക്കാരെ സംരക്ഷിക്കാനുള്ള സംരംഭങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്നും ബിഷപ്പ് കോൺഫറൻസ് അറിയിച്ചു. ലിയോ 14 മാർപ്പാപ്പയുടെ സന്ദർശനത്തിനായി തുർക്കിയിലെ കത്തോലിക്ക സമൂഹം കാത്തിരിക്കുകയാണെന്ന് ഇസ്താംബൂളിലെ അപ്പസ്തോലിക വികാരി മോൺസിഞ്ഞോർ മാസിമിലാനോ. 2025 നവംബർ 27 മുതൽ ഡിസംബർ 2 വരെ പരിശുദ്ധ പിതാവ് തുർക്കിയിലും ലെബനനിലുമാണ് സന്ദർശനം നടത്തുന്നത്. ഞങ്ങളുടെ സമൂഹം ലിയോ 14 മാർപ്പാപ്പയുടെ വരവിനായി അഗാധമായ സന്തോഷത്തോടും ആകാംക്ഷയോടും കൂടി കാത്തിരിക്കുന്നു. പ്രത്യാശയുടെയും ഐക്യത്തിന്റെയും അടയാളമായി അദ്ദേഹത്തെ സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിളക്കന്നൂർ ക്രിസ്തുരാജ തീർത്ഥാടന പള്ളിയിൽ ദിവ്യകാരുണ്യ അടയാള ഔദ്യോഗിക പ്രഖ്യാപനത്തിന്റെ 1ാം വാർഷികം ഇന്നു മുതൽ 23 വരെ നടക്കും. ദിവ്യകാരുണ്യ കൺവെൻഷൻ, തിരുമുഖ നവനാൾ പ്രാർത്ഥന, 101 മണിക്കൂർ അഖണ്ഡ ആരാധന, രാജ്യത്തെ തിരുനാൾ ശതാബ്ദി റാലി, അഖില കേരള പ്രഥമ ദിവ്യകാരുണ്യ ക്വിസ്, 1500 വിശുദ്ധരുടെ തിരുശേഷിപ്പ് പ്രദർശനം, ദിവ്യകാരുണ്യ പ്രദക്ഷിണം, കലാസന്ധ്യ, ദിവ്യകാരുണ്യ ആത്മീയ പ്രഭാഷണങ്ങൾ, തിരുനാൾ സമ്മാനമായ സ്നേഹവീടിന്റെ താക്കോൽദാനം, സ്നേഹവിരുന്ന് എന്നിവയും നടക്കും. ആഫ്രിക്കൻ രാജ്യമായ മാലിയിൽ ഇസ്ലാമിക തീവ്രവാദ സംഘടന ബൊമാക്കോ മേഖലയിൽ ഉയർത്തിയ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ 54ാമത് ദേശീയ മരിയൻ തീർത്ഥാടനം റദ്ദാക്കി. അൽഖ്വയ്ദയുമായി ബന്ധമുള്ള ഇസ്ലാമിക തീവ്രവാദ സംഘടനയുടെ നേതൃത്വത്തിൽ നടക്കുന്ന റോഡ് ഉപരോധത്തിന്റെയും ഭീഷണിയുടെയും പശ്ചാത്തലത്തിലാണ് കീറ്റിലെ മരിയൻ ദേവാലയത്തിലേക്ക് എല്ലാ വർഷവും നടത്താറുള്ള തീർത്ഥാടനം റദ്ദാക്കാൻ മാലി ബിഷപ്പ് കോൺഫറൻസ് തീരുമാനിച്ചത്. ഇതോടെ ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.